പ്രൊഫൈലിൽ നിന്ന് എനിക്ക് ഇട്ട വീഡിയോയ്ക്ക്, അതായത് ഇവിടുത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഞാൻ ഇട്ട ഒരു വീഡിയോയ്ക്ക് അടിയിൽ വളരെ മോശപ്പെട്ട ഒരു കമൻറ്റ് വന്നു. ഞാനത് 2-3 കമൻറ്റ് വന്നു, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ കമൻറ്റ് എടുത്ത് സ്റ്റോറി ആക്കിയിട്ടു. അത് ആളുകൾ ഏറ്റുപിടിച്ച് ഒത്തിരി ആളുകളിലേക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത്, കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കിടക്കുന്ന ആളുകളോട് അങ്ങനെ മോശമായി ബിഹേവ് ചെയ്യുന്നവർ, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റായി തോന്നിയിട്ടുണ്ടോ? ഇല്ല, തെറ്റായിട്ട് എനിക്ക് നിങ്ങൾ ഇപ്പോൾ ഈ വിഷ്വലിൽ കണ്ട ഒരു കമൻറ്റ് വായിച്ചിട്ടുണ്ടാവും പലരും. പക്ഷേ ഒരു വയനാട്ടിൽ അവിടെ അഭയാർത്ഥികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു റെസ്ക്യൂവിലുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്. അവരോട് സെക്സ് ചെയ്യാനും വേണ്ടി ചോദിക്കുന്നതായിട്ട് ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വൃത്തികെട്ട മനുഷ്യന്. യഥാർത്ഥത്തിൽ അതിൻ്റെ സത്യം എന്താണെന്നുള്ള അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ അതിനു മുന്നേ നമ്മൾ പലതും അങ്ങ് കേട്ട പാടെ കണ്ട പാടെ വിളിച്ച് പറഞ്ഞിട്ട് ഒരാളെ കരിവയരിത്തേക്കുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കണം. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് മലയാളി അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിനും നമ്മൾ ഉത്തരമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, വയനാട്ടിൽ അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് ഞാൻ മുലപ്പാൽ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും. പക്ഷേ അവരെ പോലും വളരെ മോശമായിട്ട് എനിക്ക് മുലപ്പാൽ വേണം എന്ന് പറഞ്ഞ് ഒരു പുരുഷൻ വന്നിട്ടുണ്ടായിരുന്നു. വളരെ മോശമായിട്ട്, ഇതിനൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട്. അത്രയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. മാത്രമല്ല, നമ്മൾ ഉണ്ണിമാഷ്, വെള്ളാർമല സ്കൂളിലെ ഉണ്ണിമാഷ് വളരെ വിഷമത്തോടെ ആ കുട്ടികളുടെ നഷ്ടപ്പെട്ടതിലും ആ സ്കൂൾ നഷ്ടപ്പെട്ട വേദന TV ചാനലുകളോട് പങ്കുവെക്കുന്നതിന് മുന്നിൽ റിനോയ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട പയ്യനും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ TG മോഹൻദാസ് എന്ന് പറയുന്ന മറ്റൊരു വൃത്തികെട്ട മനുഷ്യന്, അദ്ദേഹവും ഒരു മതസംഘടനകളെയും അതേപോലെ രാഷ്ട്രീയ സംഘടനയൊക്കെ അവിടെ റെസ്ക്യൂ ചെയ്യുന്നവരെയും വളരെ മോശമായിട്ട് ചിത്രീകരിച്ചതൊക്കെ നമ്മളെ കേരളത്തിലെ മലയാളികൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു കമൻറ്റും നമ്മൾ അതുപോലെ എടുക്കേണ്ട ഒരു സാഹചര്യമല്ല. യഥാർത്ഥത്തിൽ എന്തായിരുന്നു അത് സംഭവം, അതിനെ നമ്മൾ വളരെ മോശമായിട്ട് കണ്ടത്. പക്ഷേ നമ്മൾ കണ്ട പാതി കേട്ട പാതി ചില കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കരുത്. പക്ഷേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇപ്പം ആ റിനോയ് എന്ന് പറയുന്ന പയ്യന് വളരെ മോശമായിട്ട് ചെയ്തത് മോശമാണ്. പക്ഷേ പല യൂട്യൂബേഴ്സും നായിൻ്റെ മോനെ എന്നുള്ള വാക്കുപയോഗിച്ചുകൊണ്ട് ആ റിനോയുടെ അച്ഛനെ അമ്മയൊക്കെ വളരെ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ മോശമാണ്. അത് ആ പയ്യൻ്റെ സംസ്കാരത്തിനും താഴേക്ക് നമ്മൾ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ മലയാളി വളരെ പ്രബുദ്ധമായ മലയാളിയാണ് എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കണം. പലപ്പോഴും ആ റിനോയുടെ ആ അച്ഛനും അമ്മയും ഇത് കാണുന്നുണ്ടെങ്കിലും പക്ഷേ അവരൊക്കെ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? 1-2 തല തെറിച്ച മക്കളുണ്ടെങ്കിൽ പലപ്പോഴും പല അച്ഛന്മാർക്കും അമ്മമാർക്കും അനുഭവിക്കുന്ന പ്രയാസം ചില്ലറയല്ല. അത് ഇപ്പോൾ ഈ മുലപ്പാൽ കൊടുക്കുന്ന വിഷയത്തിൽ പറഞ്ഞ ആ മനുഷ്യൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ ഈ TG മോഹൻദാസിൻ്റെ അച്ഛനും അമ്മയൊക്കെ അവരൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മൾ ഒരിക്കലും അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് പ്രബുദ്ധ മലയാളികളോട് പറയാനുള്ളത്. പലരും പച്ചക്ക് പറയുന്നുണ്ട് നായിൻ്റെ മോനെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ? പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ ഇതുകൊണ്ടുകൂടെയാണ് ഞാൻ പറയുന്നത്. കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അന്ന ഫുഡ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലുള്ള കമൻറ്റ് ബോക്സിലായിരുന്നു ആ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അവർ ഈ ഒരു റെസ്ക്യൂ ഏരിയയിൽ സന്ദർശിച്ചപ്പോൾ അവിടെ ആ ഒരു വിഷ്വലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ താഴെയായിരുന്നു ആ മനുഷ്യന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേക്കാണ് ഞാൻ പോകുന്നത്. ഏതായാലും അത് സംബന്ധിച്ച് ആ റെസ്ക്യൂ പോയ സമയത്ത് എടുത്തിട്ടുള്ള ആ വിഷ്വലൊന്ന് ഞാനിവിടെ കാണിക്കാം ആദ്യം. ഓക്കെ, ഈ വിഷ്വൽ നമ്മൾ കണ്ടു അല്ലേ? ഇനി മറ്റൊരു കാര്യം, ഈ അന്ന ഫുഡ്സ് എന്ന് പറയുന്ന യൂട്യൂബർ ഈ ഒരു ഈ കമൻറ്റുമായി ബന്ധപ്പെട്ട ആ ഒരു വ്യക്തിയെ അവിടെ വെച്ച് കാണുകയാണ്. എവിടെ? നമ്മളെ ഈ ഒരു തെറി ആയിട്ടുള്ള വളരെ മോശമായിട്ട് തെറി പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിയെ ഡയറക്റ്റായിട്ട് ഈ ഒരു റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു അഭയാർത്ഥികളൊക്കെ കേന്ദ്രത്തിൽ നിന്ന് അവിടെ വെച്ചുകൊണ്ട് കാണുകയാണ് അയാളെ.
ഏതായാലും ആ ഒരു വിഷ്വലൊന്ന് ഞാനിവിടെ വെക്കാം. അറിയാം, വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ എല്ലാവരും ഒരു നടുക്കത്തോടു കൂടിയും ഇപ്പോൾ അത് നടുക്കെന്ന് പറയുന്നത് ഇപ്പോൾ ഭീതിക്ക് വക മാറിയിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മുമ്പിൽ ഇനി എന്ത് എന്നുള്ളതിന് ഉത്തരവില്ല. പക്ഷേ ആ ചോദ്യങ്ങൾക്കൊക്കെ കുറേ ഉത്തരവുമായിട്ട് കുറേ ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അവരെ കൊണ്ടാകുന്ന പോലെ കൈ മെയ് മറന്ന് കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. ആക്ച്വലി ഞാൻ ഇന്ന് ക്യാമ്പ് സന്ദർശനത്തിന് മാത്രമല്ല, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോടൊപ്പമാണുള്ളത്. മറ്റൊന്നുമല്ല, ആളിവിടെ ദുരന്തം നടന്ന അന്ന് മുതൽ ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ബൈ മിസ്റ്റേക്ക് ആളുടെ പ്രൊഫൈലിൽ നിന്ന് എനിക്ക് ഇട്ട വീഡിയോയ്ക്ക്, അതായത് ഇവിടുത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഞാൻ ഇട്ട ഒരു വീഡിയോയ്ക്ക് അടിയിൽ വളരെ മോശപ്പെട്ട ഒരു കമൻറ്റ് വന്നു. ഞാനത് 2-3 കമൻറ്റ് വന്നു ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ കമൻറ്റ് എടുത്ത് സ്റ്റോറി ആക്കിയിട്ടു. അത് ആളുകൾ ഏറ്റുപിടിച്ച് ഒത്തിരി ആളുകളിലേക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത് ആളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര നെഗറ്റീവിലാണ് നിൽക്കുന്നത്. മറ്റൊന്നുമില്ല, മോശപ്പെട്ട കാര്യങ്ങൾ ആളുകൾ ഒത്തിരി ഷെയർ ചെയ്യും, അതെടുത്ത് ഏറ്റുപിടിക്കാൻ ആളുകൾ കുറേ ഉണ്ടാവും. പക്ഷേ അത് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ശരിക്കും നമുക്ക് എയറിൽ ഇടുക തന്നെ വേണമായിരുന്നു. പക്ഷേ ആളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഫേക്ക് ഐഡി ഉണ്ടാക്കി വേറൊരു മഹാൻ ചെയ്ത പരിപാടിയാണിത്. ആക്ച്വലി എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു ഉദ്യമത്തിന് ഞാൻ സ്റ്റോറി പറയുന്നു. കണ്ടോ, ആ മനുഷ്യനാണ് ഇത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ അത് അറിയണം. യഥാർത്ഥത്തിൽ ആ മനുഷ്യന് ഒരിക്കലും ആ മനുഷ്യന് ആ തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പലപ്പോഴും നമ്മൾ ചില ആളുകളൊക്കെ നമ്മൾ കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ ചില ആളുകൾ ഒരിക്കൽ പോലും ഇന്നത്തെ കാലത്ത് ഫേക്ക് ഐ ഡി ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചില മനുഷ്യരെ ഇത്തരം ആളുകൾ അവർ നേരെ വന്ന് നമ്മോട് നുണ പ്രചരിപ്പിക്കുന്നതും അത്തരം മോശമായിട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ റിനോയൊക്കെ ചെയ്ത് നമ്മൾ ഡയറക്റ്റ് കണ്ട വിഷയമാണ്. പക്ഷേ ഇവിടെ ഈ മനുഷ്യനിട്ട ഒരു കമൻറ്റ് പോലും ആയിരുന്നില്ല. ഒരിക്കലും അദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരുപാട് ആളുകൾ തെറി അഭിഷേകം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി സംബന്ധിച്ചിട്ടും വീണ്ടും ഈ അന്ന ഫുഡ്സിലെ ആ യൂട്യൂബർ ബാക്കി കൂടെ പറയുന്നു. കാരണം വെച്ചാൽ എൻ്റെ മുമ്പിൽ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിടക്കുന്ന ആളുകളോട് അങ്ങനെ മോശമായി ബിഹേവ് ചെയ്യുന്നവർ, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റായി തോന്നിയിട്ടുണ്ടോ? ഇല്ല, തെറ്റായിട്ട് എനിക്ക് തോന്നില്ല. കാരണം മോശമായിട്ട് കമന്റ് ഇടുന്നവരുടെ വീഡിയോസ് ഫ്ലാഷ് ആക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഒറ്റൊരു ഇത് മാത്രമല്ല, ശരിയാണോ തെറ്റാണോ നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഇത് ഷെയർ ചെയ്യുന്ന ആൾക്കാരോടും, ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലുള്ള ഒരു ആള് ഇതേപോലെ വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇത് തെറ്റാണ്, ഈ വീഡിയോ തെറ്റാണ്, ഇത് ഇട്ടകത്ത് ഫേക്കാണ്. സൈബർ സെല്ലിൽ കൊണ്ട് കൊടുത്തിരുന്നു. ആ സൈബർ സെല്ലിൽ കൊടുത്ത കംപ്ലൈന്റ് ഉൾപ്പെടെയാണ് ആളിപ്പോൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്. അതെ, സൈബർ സെല്ലിൽ കൊടുത്ത പരാതി ഉൾപ്പെടെയാണ്. അപ്പോൾ ഈ ഷെയർ ചെയ്യുന്നവരെ ഡിലീറ്റ് ആക്കിയാൽ മാത്രം പോരാ, എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഈ ഡിലീറ്റ് ആക്കുന്നതിന്റെ കൂടെ പ്രചരിപ്പിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, അതായത് ആളല്ല അതിന് ഉത്തരവാദി എന്നുള്ളത്, ആൾ നിരപരാധിയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഇതൊരു സാധാരണ വ്യക്തിയല്ല. കാരണം പ്രശ്നം നടന്ന അന്ന് തൊട്ട് ഇവിടെ ക്യാമ്പിൽ എല്ലാ ആളുകളെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്ന ആളെ മീറ്റ് ചെയ്തത്. അല്ലാതെ എവിടെയെങ്കിലും കിടക്കുന്ന ഒരാളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം കൂടി പറയാനുള്ളത്, എൻ്റെ നാട്ടിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം ഈ നാട്ടുകാർക്ക് എന്നെ അറിയാം, ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കും എന്നെ അറിയാം. പക്ഷേ ഇതല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഷെയർ ചെയ്യാൻ പറയുന്നത്. ഷെയർ ചെയ്ത് നിങ്ങളൊന്ന് സഹകരിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം എന്താണ് സത്യം എന്നുള്ളത് മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും അത് വളരെ ഉപകാരമായിരുന്നു. നിങ്ങൾ എങ്ങനെ ഷെയർ ചെയ്യാൻ മുതിർന്നോ അതേപോലെ തന്നെ അതേ ഇതിൽ തന്നെ നല്ല കാര്യം കൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പ്രൊഫൈൽ പിക്കൊക്കെ നമ്മൾ പ്രൊട്ടക്ഷൻ മോഡിൽ ഇടണം. കാരണം അത് മറ്റുള്ളവരെടുത്ത് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എനിക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇത് സംഭവിച്ചത് എന്താ വെച്ചാൽ എൻ്റെ വാട്സ്ആപ്പ് ഡി പിയും അതേപോലെ ഫേസ്ബുക്ക് ഡി പിയും ഈ സെയിം പിക്ചർ തന്നെയാണ്. അത് എടുത്തിട്ടാണ് ഇത് ആരോ ചെയ്തിരിക്കുന്നത്. ആ പിക്ചർ എടുത്തിട്ടാണ് ആരോ ചെയ്തിരിക്കുന്നത്. അതൊരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വേറെ 1-2 പേർക്ക് ഇതേപോലെ മോശം കമന്റ് പോയിട്ട് തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, ഇങ്ങനെ മോശം കമന്റ് വരുന്നുണ്ട്, ശ്രദ്ധിക്കണം എന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അതേ അല്ല, ഞാനപ്പോൾ തന്നെ സൈബർ സെല്ലിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു. അപ്പോൾ ഒരു ഐ ഡി വേണമെന്ന് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിന്റെ ഞാൻ യു ആറിൽ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. കാരണം ഇൻസ്റ്റാഗ്രാം ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാത്ത ആളാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ യു ആറിൽ എടുക്കുന്ന ഞാൻ നോക്കിയിട്ട് എനിക്ക് കയറാനും പറ്റുന്നില്ല. അവരുടെ കയറാൻ ഈ പറഞ്ഞ ആൾ റിജോ പോൾ 999 എന്നാണ് ഐ ഡി വന്നിരിക്കുന്നത്. അതെ, റിജോ ഞാനാണ്. പക്ഷേ റിജോ പോൾ 999 അക്കൗണ്ട് അത് എൻ്റെ അക്കൗണ്ട് അല്ല. ഇവിടെ ക്യാമ്പിൽ വന്നപ്പോൾ തന്നെ എല്ലാവരും എന്നെ എയറിലിട്ടോ, അന്നക്കുട്ടി ഇത് നമ്മുടെ റിജോ ആണ്, ആൾ ഇങ്ങനെയല്ല. കാരണം എൻ്റെ കൂടെ പഠിച്ചവർ എൻ്റെ അയൽവക്കാരാണ് ഇവിടെ ക്യാമ്പിൽ അധികം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഇത് ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ വിചാരിച്ച റിജോ ഇതല്ല കേട്ടോ. അപ്പോൾ മാക്സിമം ഇത് എല്ലാവരും ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇവർ നടത്തുന്ന ക്യാമ്പിലെ കുറച്ച് പ്രവർത്തനങ്ങളും കൂടെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. വീഡിയോ എടുത്തതിന് താങ്ക്സ്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കണം. നമ്മളൊരു മനുഷ്യൻ്റെ നേരെ കുതിര കയറുമ്പോഴേ ഏതായാലും ഈ അന്ന ഫുഡ്സിൻ്റെ ഇവർ വളരെ ക്ഷമയൊക്കെ ചോദിച്ചുകൊണ്ട് സത്യസന്ധമായിട്ട് നമ്മളെപ്പോഴും നമ്മളെ പ്രൊഫൈലും ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇതിനെക്കുറിച്ചൊക്കെ ഇതൊക്കെ വളരെ സത്യസന്ധമാണ്. ഇതുമായി സംബന്ധിച്ചിട്ട് മോശം ഒരു അനുഭവം തന്നെ അന്ന ഫുഡ്സ് എന്ന് പറയുന്ന യൂട്യൂബർക്ക് ഉണ്ടായി. അത് വളരെ മോശം തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഈ ഒരു സമൂഹത്തിൽ സൊസൈറ്റിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ പിന്നീട് ഈ അന്ന എന്ന് പറയുന്ന ഫുഡ്സ് പറഞ്ഞ യൂട്യൂബർ ആ ഒരു വീഡിയോസ് മുന്നേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോസ് ചെയ്തിട്ടാണ്
അതിന് ആ ഒരു സ്റ്റോറി ഇട്ടതും ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു മോശം അനുഭവം ആദ്യ സമയത്ത് ഉണ്ടായ ആ ഒരു വീഡിയോ ഞാനിവിടെ നിന്ന് റൺ ചെയ്യാം ആദ്യം, എന്നിട്ട് നമ്മൾ കുറച്ച് കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം വയനാട് ഉണ്ടായിരുന്ന ഉരുൾപൊട്ടൽ, ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിന്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് വളരെ മോശമായ രീതിയിൽ ഒരു വ്യക്തി കമന്റ് ഇടുകയും, ആദ്യമൊക്കെ ഞാൻ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, പിന്നീട് ഞാൻ അത് പിൻ ചെയ്ത് വെച്ചു. വീണ്ടും മോശമായ ഒരു കമന്റ് ഇട്ടപ്പോൾ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് ആളുടെ ID ഉൾപ്പെടെ വേറൊരു റീൽസ് ആയിട്ട് ഷെയർ ചെയ്തു. ഈ ഷെയറിന് നല്ല സ്വീകാര്യത ലഭിച്ചു. കുറെ പേര് കാണുകയും കുറെ പേര് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പൊ എന്റെ വിഷയം ഇതൊന്നുമല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ എനിക്ക് നിർത്താതെ ഫോൺ കോളും മെസ്സേജുകളുമാണ്. ആളെ ഏതാണ്, കുറെ പേര് ചോദിക്കുന്നത് ചേച്ചിക്ക് അക്കൗണ്ട് റീച്ച് കിട്ടാൻ വേണ്ടി ചേച്ചി തന്നെ ഏതെങ്കിലും ഫേക്ക് ID ഉണ്ടാക്കി ഇട്ടതാണോ, ഇതൊക്കെയാണ് ചോദ്യം. അല്ലെങ്കിൽ പണ്ടേ ഇങ്ങനെയാണ്, വാദി പ്രതിയാകും. അതായത് പ്രതികളുടെ പേര് കടുകുമണിയിലും വാദികളുടെ പേര് വലിയ തലക്കെട്ടോടുകൂടിയാണ് എഴുതി എവിടെയും ഞാൻ കണ്ടിട്ടുള്ളൂ, എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കേട്ടോ. ഇപ്പൊ അത് ആളെ ഓൾമോസ്റ്റ് ഏകദേശം പിടിച്ചു എന്നാണ്, ഐഡന്റിഫൈ ചെയ്തു എന്നാണ് പറയുന്നത്. വയനാട് ജില്ലക്കാരൻ തന്നെയാണ്. പക്ഷെ അയാൾ പറയുന്നത് അയാളുടെ ഐഡിന്ന് വേറെ ആരോ എടുത്ത് സെൻഡ് ചെയ്തതാണ്. എങ്ങനെയാണെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുക, അത് വേറൊരാൾക്ക് അതിന്റെ പാസ്വേഡ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം. അങ്ങനെ കൊടുത്തിട്ട് എന്തെങ്കിലും അനിഷ്ടകരമായ കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കുന്നവന്റെ നെഞ്ചത്തോട്ട് കയറരുത് കേട്ടോ, വളരെ കഷ്ടം. സത്യത്തില് ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ആ ഒരു മനുഷ്യനെ അയാൾ ഒരിക്കൽ പോലും, കാരണം ഇത്രയും ദിവസം ഈ വയനാട് ഈ മനുഷ്യർക്ക് വേണ്ടി, അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ മനുഷ്യനെ സജീവമായി പ്രവർത്തിക്കുന്ന റിജോ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെ ഒരിക്കൽ പോലും ചെയ്യാത്ത തെറ്റിനാണ് അത്. ഇന്ന് പലർക്കും ഈ ഒരു അനുഭവം നമ്മൾ ചെയ്യാത്ത, നമ്മളെ പ്രൊഫൈൽ ഹാക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളെ പ്രൊഫൈൽ മറ്റൊരാൾ അതേപോലെയൊക്കെ ഉപയോഗിക്കുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ അതൊക്കെ സംഭവമൊക്കെ ഓക്കെ, ഈ അന്ന ഇതിനോട് ക്ഷമ ചോദിച്ചു, അതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ അന്നയ്ക്ക് ഈ വീഡിയോ റിമൂവ് ചെയ്യാമായിരുന്നു. പക്ഷേ അന്ന അത് ചെയ്തില്ല. വളരെ മോശം എന്ന് തന്നെ പറയാം. കാരണം ഒരിക്കൽ പോലും അയാൾ അറിയാത്ത ചെയ്ത തെറ്റിന് അയാൾ പോലും അറിയാത്ത ഇത്രയൊക്കെ കാരണം അവൾ ആഗ്രഹിക്കുന്നത് റീച്ച് മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും അതേപോലെ അവൾ സ്റ്റോറി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അതും ഡിലീറ്റ് ചെയ്തില്ല. വളരെ മോശം. സത്യത്തിൽ നമ്മൾ ഒരു കാര്യം കേട്ട പാതി കേൾക്കാത്ത പാതി. പണ്ടൊരു ചൊല്ലുണ്ട്, കാളപ്പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ഇതൊക്കെ വളരെ മോശമാണ്. നമ്മുടെ സൊസൈറ്റി ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സീരിയസോടെ കാണണം. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ നമുക്ക് വിളിച്ച് പറയാനും എന്നൊക്കെ ഉള്ള വോയിസും അതിനുള്ളൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ച് പലപ്പോഴും നമ്മുടെ നിലവാരം പോലും നിലനിർത്താതെ വിളിച്ച് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെപ്പോഴും നമ്മളെ കൾച്ചർ വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഒരിക്കലും ഇത്തരം ഒന്നെങ്കിൽ ഒരു മനുഷ്യന് പലപ്പോഴും ചെയ്ത തെറ്റ് ഇനി പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഏറ്റവും നല്ല മനുഷ്യനാണ്. ഒരിക്കലും ചില മനുഷ്യരെ അറിയാതെ അദ്ദേഹം പോലും അല്ലാത്ത തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. മറ്റൊരാൾ ചെയ്ത തെറ്റിന് ഒരാൾ ക്രൂശിക്കപ്പെടുന്നുണ്ടാവും. അതും നമ്മൾ കാണണം. പലപ്പോഴും യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മളെപ്പോഴും സംസാരിക്കണം. ഒരാൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ അവരെ അച്ഛനെ ചീത്ത പറയുന്നത് അതും ഏറ്റവും മോശം സ്വഭാവമാണ്. ഏതായാലും മലയാളി ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം എന്നുകൂടെയാണ് എനിക്ക് സൊസൈറ്റിയോട് പറയാനുള്ളത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.